വാഗമൺ കോട്ടമല റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി. വാഗമൺ കൈചൂണ്ടി മുതൽ 1-ാം ഡിവിഷൻ വരെയാണ് കാൽനട യാത്ര പോലും കഴിയാത്ത രീതിയിൽ റോഡ് തകർന്നു കിടക്കുന്നത്. തേക്കടിയിൽ നിന്നും വാഗമണ്ണിൽ ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്ന റോഡിനെയാണ് അധികൃതർ ഇങ്ങനെ അവഗണിക്കുന്നത്. വാഗമൺ കോട്ടാമല ഉപ്പുതറ റോഡിനെന്നും ദുരിതമാണ്. 2005 മുൻ MLA ES ബിജിമോൾ റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കുവാൻ ഫണ്ട് അനുവദിച്ചിരുന്നു. റോഡ് വീതി കൂട്ടി സോളിംഗ് നടത്തി കരാറുകാരൻ മുങ്ങി. 2016 മറ്റൊരു കരാറുകാരൻ കൈചൂണ്ടി മുതൽ കോട്ടമല 1-ാം ഡിവിഷൻ വരെ സഞ്ചാരയോഗ്യമാക്കി. ബാക്കി ഭാഗം ഉപേക്ഷിച്ച് ഈ കരാറുകാരനും പിൻവാങ്ങി. പിന്നീട് 2020 മറ്റൊരു കരാറുകാരൻ 1-ാം ഡിവിഷൻ മുതൽ കോട്ടമല റോഡ് ഉപ്പുതറ പഞ്ചായത്തിന്റെ അതിർത്തി വരെ ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ചു. അപ്പോഴേക്കും കൈചൂണ്ടി മുതൽ 1-ാം ഡിവിഷൻ വരെയുള്ള റോഡ് പൂർണ്ണമായും തകർന്നു. ലോക ഭൂപടത്തിൽ ഇടം പിടിച്ച വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപമുള്ള കൈചൂണ്ടിയിൽ നിന്നും കോട്ടമല 1-ാം ഡിവിഷൻ വരെയുള്ള റോഡാണ് ഇപ്പോൾ തകർന്നു കിടക്കുന്നത്. പൂട്ടിക്കിടക്കുന്ന MMJ കോട്ടമല തേയിലത്തോട്ടത്തിലൂടെ കടന്നുപോകുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. വാഗമണ്ണിൽ നിന്നും കൈചൂണ്ടി വഴി കോട്ടമലയ്ക്ക് പോകുന്ന ഭാഗത്ത് കോട്ടമല റോഡ് കാലങ്ങളായി വളരെ മോശമായും യാത്രയ്ക്ക് ദുർഘടമാകുന്ന തരത്തിൽ കിടക്കുകയാണ്. ഇത് പല പ്രാവശ്യം ബന്ധപ്പെട്ട അധികാരികൾ ത്രിതല പഞ്ചായത്തിന്റെ ജനപ്രതിനിധികളോടും ഒക്കെ പറഞ്ഞുവെങ്കിലും ഇതുവരെ അതിനൊരു പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. ഈ പ്രദേശത്തെ മുഴുവൻ ചെറിയ റോഡുകൾ വരെ തയ്യാറാക്കുവാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് നിരവധി ഫണ്ടുകൾ ഉണ്ടായിട്ടും അത് ബന്ധപ്പെട്ട ത്രിതല പഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ അത് ഉപയോഗിക്കുവാൻ തയ്യാറാവുന്നില്ല. അടിയന്തരമായി ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ വേണ്ടുന്ന നടപടി ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യണം. കിഫ്ബി ഫണ്ടിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ ത്രിതല പഞ്ചായത്തുകളിൽ നിന്നോ ഈ റോഡിന് യാതൊരു ഫണ്ടും ലഭിക്കുന്നില്ല. ജനപ്രതിനിധികൾ ഈ റോഡിനെ കാലങ്ങളായി അവഗണിക്കുകയും ചെയ്യുന്നു. പൂട്ടിക്കിടക്കുന്ന MMJ തോട്ടത്തിലെ തൊഴിലാളികൾക്ക് യാത്ര ചെയ്യാനുള്ള ഏക മാർഗമാണിത്. വാഗമൺ തേക്കടി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡായിട്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കുവാൻ നടപടി സ്വീകരിക്കാത്തത് സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കുന്നു. നിലവിൽ അധികാരത്തിൽ വന്ന ത്രിതല പഞ്ചായത്തും സർക്കാരും ഈ റോഡിനെ അവഗണിക്കാതെ സഞ്ചാരയോഗ്യമാക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നാണ് തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ. സിറ്റി വിഷൻ ഉപ്പുതറ.